ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വരയ്ക്കുന്നത് അവഞ്ചേഴ്സ് ആൻഡ് ലോഗാണ്. ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു, ഐ ആം എ ട്രൂ മാർവൽ ഫാൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ അവഞ്ചേഴ്സ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം ഞാൻ ടെസ്റ്റ് നോക്കിയാണ്. നമ്മൾ ഇന്നിങ്ങനെ വരയ്ക്കുന്നത് നോക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വലിയ അരിച്ച് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ വലിയ വര വരച്ചെടുക്കുക. അധികം കട്ടിയാക്കണ്ട, ചിലപ്പോൾ പണി പാടും. ഇനി ഇത് നേരെ വരയ്ക്കണം. നേരെ വരയ്ക്കുമ്പോൾ ഈ വരേൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് നമ്മൾ നോക്കണം. രണ്ടെണ്ണം വെക്കാം. അത് നമുക്ക് വര രണ്ടിൽ ഇവിടം വരെ എത്തിക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ലൈൻ ഇട്ട് പോട്ടെ, അല്ലെങ്കിൽ പണിയാവും. ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇട്ട് പോട്ടെ. ഇനി നമുക്ക് ഇവിടം വരെ എത്തിക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. തിരിച്ചിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചങ്ങ് വരച്ചാളാം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു വര വരയ്ക്കട്ടെ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഇനോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇരട്ടി എടുക്കണം, 4 എടുക്കണം. നമുക്ക് രണ്ട് ഭാഗത്തും 2 കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അറ്റെടുക്കുന്നത്. എന്താടേ പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ താഴത്തേക്ക് കൊടുക്കുകയാണ്. താഴത്തേക്ക് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ 15 ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10.5 കൊടുക്കുക. അല്ല 10.5 വേണ്ട, ഒരു 11 കൊടുക്കുക. 11.5. ഓക്കെ, അത് വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് ഇങ്ങനെ 2.5 കൊണ്ടുവന്ന് വരണോ. ഇത് വരയ്ക്കുമ്പോൾ മെല്ലെ വരയ്ക്കുക. കുറേ മായ്ക്കാനൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. അയ്യോ 2.5 ആണോ? അയ്യോ 2 നമ്മൾ തെറ്റിപ്പോയിന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോവുക. ഇത് രണ്ടും കൂട്ടിമുട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മെല്ലെ കൂട്ടിമുട്ടിക്കട്ടെ. അയ്യോ ഒന്നും മുട്ടില്ലല്ലോ. ഇപ്പോൾ സെറ്റ് ചെയ്ത് തരാം. ഒരു മിനിറ്റ്, ഇപ്പോൾ ശരിയാക്കി തരാം. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ട ഷേപ്പ് കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല കട്ടിയാക്കി കൊടുക്കുക. നമ്മൾ ഈ ഭാഗം മാത്രം കട്ടിയാക്കുന്നുള്ളൂ കേട്ടോ. അവിടെ മാത്രം ഒന്നും ചെയ്യാത്തുള്ളൂ. ഇവിടെ കുറച്ച് കൂർക്കണം, നല്ല സുഖം ഉണ്ടാവും. വെനസിന് ലോകം വേണ്ടി അത്ര എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് വരയ്ക്കുന്നത്. ലാസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇവിടെ കുറച്ചൊക്കെ മാറ്റാണോ. അവിടെ ഒരു മാർക്ക് പോലെ വരാനാണ്. ഇവിടെ അങ്ങോട്ട് മാറ്റാള്. എന്താ അറിയോ, ഇവിടെ ഒരു മാർക്ക് ഇട്ടല്ലോ. ഇവിടെ വരാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരാണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെ കുറച്ച് മാറ്റാളുക. എന്നിട്ട് ഈ വരാനോട് ഒരു കൂർപ്പിച്ച് വെക്കുക. അങ്ങനെ ഓക്കെ, ആ സൈഡ് ഷാർപ്പാക്കിയിട്ടുണ്ട്. എത്ര വേണ്ട, 1 മിനിറ്റ് ഇപ്പോൾ സെറ്റ് ആയി തരാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മാർക്ക് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് പാൻറ്റായിരുന്നു. ഇതെങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ ഇതൊന്ന് കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സാധനം വരച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 1/2 മീറ്റർ താഴോട്ടേക്ക്, ഒരു 0 നിന്ന് ഒരു 1/2 മീറ്റർ താഴത്തേക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ താഴത്ത് ഒരു ട്രയാങ്കിളും കൂടെ വരുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ ഷാർപ്പൺ ഭാഗം കൂടിയൊക്കെ വരിക, ബാക്കി ഇങ്ങനെയൊക്കെ വരിക. ഞാൻ ഒന്ന് വരയ്ക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് ആയിക്കോട്ടെ. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൗണ്ട് വരയ്ക്കണം. റൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് വേണ്ട സാധനമാണ് കോമ്പസ് വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നടുക്ക് ഏകദേശം ഇവിടേക്ക് വരിക. അപ്പോൾ ഇവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഈ വര മാത്രമല്ല വരുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഓക്കെ, അത് വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഏകദേശം ഇല്ല 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വര വരയ്ക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വിടുക, ഒന്നുകൂടെ വര വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതുള്ളൂ പണി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ കൊടുക്കണം. ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുള്ളൂ പണി. ഇനി ഇത് കുറച്ചങ്ങ് മാറ്റാണ്ടേ, ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് കൊടുക്കാൻ തുടങ്ങുക. ഇന്നത്തെ പോലെ നമ്മൾ വാട്ടർ കളർ സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി വാട്ടർ കളർ തുടങ്ങുക. കഴിഞ്ഞ ഇഷ്ടം പോലെ സൂക്ഷിച്ചാണ് നോക്കുന്നത്. കഴിഞ്ഞ സീനറീൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നോക്കുക. ഫുള്ള് സീനാണ്. ഇത് വേണ്ട, കുറച്ച് താത്തി എടുക്കുക. ഓക്കെ, എടുക്കുക.
ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ കാട്ടെടുക്കാം. ഇപ്പോൾ കുറച്ച് പൊതിരുന്നുണ്ട്. വെള്ളം ഒരുപാട് ഉപയോഗിക്കല്ലേ. അപ്പോൾ അവിടെ പൊതിർന്ന വേണ്ടി നമ്മൾ മേലോട്ട് കടിച്ചെടുക്കുകയാണ്. അങ്ങനെ കടിച്ചെടുക്കുക. ഞാൻ ഇവിടെ ഫുൾ അടിക്കണം. അപ്പോൾ ഞാൻ എന്തൊന്ന് അടിച്ചിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൊണ്ട് ചെയ്യാണ്ട്, അടിയിൽ മാത്രം കുറച്ച് സ്കെച്ചോടെ മെല്ലെ അങ്ങ് വരക്കുക. മെല്ലെ മതി. പേപ്പർ അപ്പുറത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ടർ കളറും സ്കെച്ചും കൂടെ ആയാൽ. അപ്പോൾ ഒരു ഭാഗത്തുമ്പോൾ നമുക്ക് നിർത്തണം. കുറച്ച് കൊണ്ടുപോവുക. ഓക്കെ, ഇത് പിടിച്ചതെന്ന് വെച്ചാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത്ര ക്ഷമ നമുക്കില്ല. നമുക്കൊന്ന് വേഗം തീർക്കണം. അത്രയാണ്. ഇതാണ്. അങ്ങനെ കൊണ്ടുപോവുക. അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കണം. അപ്പോൾ ഒന്ന് വരച്ചോട്ടെ. അയ്യോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇത് കുറച്ച് കൊണ്ടുപോയല്ലോ. കുറച്ച് കൊണ്ടുപോവുക. അത്ര വഴി. അതേപോലെ ഇത് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേ ലൈന് പാസ് ചെയ്ത് അങ്ങനെ തന്നെ പോകണം. ഇത് ഫുൾ അടിക്കേണ്ടി വരും. പിന്നെ ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പകുതി വരെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലോട്ടേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പെയിൻറ്റ് ബ്രഷ് എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം മതി. എന്നിട്ട് ഇതൊന്ന് കുറച്ച് മേലോട്ട് ആക്കി കൊടുക്കുക. അവിടെ ഒരു ഫീൽ ഇട്ടു. കുറച്ച് വെള്ളം എടുത്താൽ മതി, അല്ലെങ്കിൽ പൊതിർന്നാവും. ഇതെന്താ ഇത് പൊതിർന്നുണ്ടല്ലോ. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ മതി. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നടക്കുന്ന തോന്നുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ഫുള്ള് അങ്ങോട്ട് വേണ്ട ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കൊണ്ടുപോവുക. ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ പെയിൻറ്റിങ് എടുക്കുക. തൊടുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചു കൊടുക്കുക. സ്കെച്ച് പോയില്ലെങ്കിൽ ഇതങ്ങോട്ട് എടുക്കുക. നമ്മൾ ബോട്ടിൽ പെയിൻറ്റിങ് എടുക്കുക. ഇങ്ങനെ അടിക്കുക. മേലെ വരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ലൈറ്റായി വരും. ലൈറ്റായി വന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലോട്ട് വെള്ളം അടിക്കുക. പിന്നെ ഞാനത് ചെയ്താട്ടെ. ഇവിടെ ഈ ഭാഗം ഫുള്ള് പോയി ആ ഭാഗം. ഞാൻ ഏറ്റവും മേലെ വരെ കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ മേലെ വരെ കൊണ്ടുപോകണ്ട, ഇങ്ങനെ വലിച്ച് നീട്ടിക്കോട്ടെ. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നല്ലോണം ആക്കണം. വെള്ളയാണ്. വെള്ളം വലിയിട്ട് ആയിപ്പോയാൽ ഗ്രായി പോവും. അതുകൊണ്ട് സൂക്ഷിക്കണം. വെള്ളം എടുക്കണം. വെള്ളം നല്ലോണം നനയ്ക്കട്ടെ. എന്നിട്ട് മേലെ നിന്ന് താഴെ ഞങ്ങൾ അടിച്ചു വെക്കുക. ഒരു ഫീൽ ഇട്ടു. അതിൻ്റെ മേലെ അടിച്ചു വെക്കുക. അടിച്ചു വെക്കുക. ഒക്കെ ഇപ്പം ശരിയാവും. വെള്ളം എടുത്താൽ ഇപ്പം ശരിയല്ലോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. എത്ര മതി. ഇനി നമുക്ക് ഔട്ട്ലൈൻ വരച്ച് നിർത്താം. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഒന്നും പറയണ്ട, ഔട്ട്ലൈൻ വരയ്ക്കണ്ടേ. ഇവിടെ എത്തുമ്പോൾ 1 മിനിറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സബ് വെച്ചാൽ സബ്സ്ക്രൈബ് ആണ്. അതറിയാണ്ട് പോകരുത്. 1 മിനിറ്റ്. ഇത് ശ്രദ്ധക്കുറവ് കാരണം ചെറുതായിട്ടൊന്നും പഠിപ്പിക്കില്ല. സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ ബൈ.